കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കൊമ്പൂത്തി ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂളിലെ ഹൈടെക് സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി ബിന്ദു അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളു കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പണ്ടുകാലത്ത് നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു, മാനേജ്മെന്റ് സ്കൂളൊക്കെയാണ് നല്ലത്, ഗവൺമെന്റ് സ്കൂൾ വളരെ മോശമാണ്. അങ്ങനെയാണ് നമ്മുടെ ഒരു പൊതുധാരണ. പക്ഷേ ആ ഒരു ധാരണ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് കേരള ഗവൺമെന്റ് നവകേരള മിഷന് രൂപം കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ എല്ലാ സ്കൂളുകളും അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി നമ്മൾ പുതിയ തലത്തിലേക്ക് ഉയർത്തിയിട്ടുള്ളത്. നമ്മളൊക്കെ പഠിച്ചത് പൊട്ടിപ്പൊളിഞ്ഞ തറയിലും മോശം ബെഞ്ചിലും തറയിലൊക്കെ ഇരുന്നൊക്കെയാണ് നമ്മൾ പഴയ കാലത്ത് പഠിച്ചത്. പക്ഷെ ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നല്ല തലത്തിലേക്ക് നമ്മുടെ സ്കൂളിലേക്ക് മാറ്റിയെടുക്കാനും നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് നന്നായിട്ട് വിടാനൊക്കെ സാധിച്ചു എന്നുള്ളത് ഈ ഗവൺമെന്റിന്റെ ഒരു പുതുമുത്തൻ കാഴ്ചപ്പാടാണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് വിടണം, നിർബന്ധമായിട്ട് വിട്ടേ പറ്റും. രണ്ടാമത്തെ കാര്യം ടീച്ചർമാർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. PTA കാര്യം കേൾക്കണം. നല്ല അടിസ്ഥാന സൗകര്യം മാത്രം ഉണ്ടായാൽ മതിയോ? അത് വേണം. പക്ഷെ അതിനോടൊപ്പം രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ അക്കാദമിക നിലവാരം. ടീച്ചർ റിപ്പോർട്ട് വായിച്ചപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നല്ല വിജയ ശതമാനം നേടിയെന്ന്. കുട്ടികളെ നന്നായി പഠിപ്പിക്കണം. ഇപ്പൊ എല്ലാ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നത് നല്ല പഠനം എവിടെ കിട്ടുന്നു അത് അന്വേഷിച്ചാണ് എല്ലാ രക്ഷിതാക്കളും നടത്തുന്നത്. 4ാം ക്ലാസ് കഴിഞ്ഞ് 5ാം ക്ലാസ്സിലേക്ക് പോകുമ്പോഴത്തേനും നമ്മുടെ കുട്ടി എന്ത് ചെയ്തിരിക്കണം? മലയാളം എഴുതാനും വായിക്കാനും കൃത്യമായി പഠിച്ചിരിക്കണം. ചടങ്ങിൽ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ശുഭേഷ് സുധാകരൻ, PR അനുപമ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രത്നമ്മ രവീന്ദ്രൻ, കോട്ടോട് ഗ്രാമപഞ്ചായത്ത് അംഗം ലത സുശീലൻ, ജില്ലാ പ്രോജക്ട് ഓഫീസർ സാജു S, ഡോക്ടർ സഫീന ബീഗം, KB സുബി, KB രാജൻ, സുധീർ PK, VM വിശ്വനാഥൻ, ഷഫീഖ് A, OP ജേക്കബ്, ജയേഷ് KB, ശ്രീജിത്ത് CS തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.